ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ആദരണീയരായ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവൻ്റെ അനുഗ്രഹങ്ങളാണ് സദാസമയവും നാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടാവിന്, നമ്മുടെ അനുഗ്രഹദാതാവിന് നന്ദിയുള്ളവരായി നാം ജീവിക്കാൻ ശ്രമിക്കുക. സൂറത്തു ആദിയാത്തിൽ മനുഷ്യൻ്റെ നിലപാടുകളെക്കുറിച്ച് പറയുന്നതിന് മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന ഒരു ജീവിയുടെ, കുതിരയുടെ തൻ്റെ യജമാനനോടുള്ള കടപ്പാട്, ത്യാഗബോധം, നന്ദിബോധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വൽആദിയാതി ضبഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫബസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഈ കുതിരയെ മനുഷ്യനല്ല സൃഷ്ടിച്ചത്, മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ആ ജീവി. മനുഷ്യൻ അതിൻ്റെ യജമാനനായി പിന്നീട് വന്നതാണ്. ആ ജീവിക്ക് അവൻ ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ നിസ്സാരവുമാണ്. അതിനുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ഈ മനുഷ്യൻ സംഘടിപ്പിച്ചു കൊടുക്കുന്നു. ആ ജീവി സൃഷ്ടിച്ചത് ഇവനല്ല. ആ ജീവിക്ക് ശ്വസിക്കാനുള്ള വായു ഈ ഭൂമിയിൽ സംവിധാനിച്ചത് ഈ മനുഷ്യനല്ല. കുടിക്കാനുള്ള വെള്ളത്തെ സംവിധാനിച്ചതും ഈ മനുഷ്യനല്ല. എന്നിട്ടും ആ ജീവി തൻ്റെ യജമാനന് വേണ്ടി ചെയ്യുന്നൊരു ത്യാഗമുണ്ട്. അതിരാവിലെ തൻ്റെ യജമാനനെ പുറത്തിരുത്തി യുദ്ധക്കളത്തിലേക്ക് ഓടുന്നൊരു ഓട്ടമുണ്ട്. കതച്ചോടുകയാണ്. അതിൻ്റെ കുളമ്പ് കരിങ്കല്ലിൽ തട്ടിയിട്ട് തീപ്പൊരി പറക്കുന്നുണ്ട്. പൊടി പിടിച്ച പ്രദേശത്തു കൂടെയാണ് അത് ഓടുന്നതെങ്കിൽ പൊടി പറത്തിക്കൊണ്ടാണ് അതിൻ്റെ ഓട്ടം. എന്നിട്ട് യജമാനന് ശത്രുവിൻ്റെ കഴുത്ത് നോക്കി വെട്ടാൻ പാകത്തിൽ, ശത്രുവിൻ്റെ വെട്ടിൽ നിന്ന് തൻ്റെ യജമാനന് രക്ഷപ്പെടാൻ പറ്റുന്ന വിധത്തിൽ യുദ്ധക്കളത്തിൽ നിറഞ്ഞാടുന്ന ഒരു ജീവിയുണ്ടല്ലോ. നമുക്ക് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടും അതിൻ്റെ ഒരു ജീവിത രീതി. അതൊക്കെയും പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ അവൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. ലകനൂദ് എന്നാണ് ഉപയോഗിച്ചത്. നന്ദി കെട്ടവൻ തന്നെയാണ്. വ ഇന്നഹു അലാ ദാലിക ലശഹീദ്. അവൻ നന്ദി കെട്ടവനാണ് എന്നതിന് അവൻ തന്നെ സാക്ഷിയാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഒരു ചെറിയ സമയം പോലും മാറ്റി നിർത്താതെ അനുഭവിക്കുന്നവരാണ് നമ്മൾ. അതെങ്ങനെ റബ്ബ് പിടിച്ചു വച്ചാൽ ഒരു ചെറിയ സമയം പോലും ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇതിനൊക്കെ നമ്മൾ നന്ദി ശരിയായ വിധം നിർവഹിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഒരു ഇഷ്ടക്കാരനായിട്ട് നമ്മൾ മാറുക. ഇത് അള്ളാഹുവിനെ ബാധിക്കുന്നൊരു കാര്യമൊന്നുമല്ല. നമ്മൾ ഈ ഭൂമിയിൽ ഇബാദത്ത് ചെയ്യുന്നു, ദിക്റുകളും ദുആകളും നിർവഹിക്കുന്നു, അമൽ സാലിഹാത്തുകൾ കൊണ്ട് ജീവിതം സമ്പന്നമാക്കുന്നു, മറ്റുള്ളവർക്ക് നിരന്തരമായി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും അള്ളാഹുവിനെ ബാധിക്കുന്ന വിഷയമേ അല്ല. വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. വല്ലവനും നന്ദി കാണിച്ചാൽ അവന് വേണ്ടിയാണ് നന്ദി കാണിക്കുന്നത്. വല്ലവരും നന്ദികേട് കാണിച്ചാൽ റബ്ബ് ഗനിയാണ്, ഹമീദാണ്. ഗനി എന്ന് പറഞ്ഞാൽ ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരാൾ. ചിലപ്പോഴൊക്കെ മനുഷ്യരെക്കുറിച്ച് പറയുമ്പോഴും അയാൾ ഗനിയാണ്, സമ്പന്നനാണെന്ന് പറയാറുണ്ട്. അതുപോലെയുള്ള ഒരു സമ്പന്നനല്ല റബ്ബ്. ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. എന്നാൽ പ്രപഞ്ചത്തിലെ ഒന്നിനെയും റബ്ബ് ആശ്രയിക്കുന്നേയില്ല. അവനാണ് സമദ്. അതുകൊണ്ട് റബ്ബ് ഗനിയാണ്, ഹമീദാണ്. എല്ലാ സ്തുതിക്കും അർഹതപ്പെട്ടവനാണ് അവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായൊരു ഹദീസിൽ അതിൻ്റെ ആശയം മാത്രമേ പറയുന്നുള്ളൂ.
ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവിടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മുത്തഖിയായ മുഅ്മിനായ ഒരാളെ മാതൃകയായി സ്വീകരിച്ചു. എന്നിട്ട് ഇബാദത്തുകളിൽ, ഓരോ ചലനങ്ങളിൽ, മുആമലാത്തുകളിൽ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ എല്ലാം ആ മനുഷ്യനെ മാതൃകയാക്കി നന്നായി ജീവിക്കാൻ തീരുമാനിച്ചു. അത് തുടരുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ രാജാധികാരങ്ങളിൽ നിന്ന് ഒന്നും വർദ്ധിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിൻ്റെ രാജാധികാരങ്ങളിൽ നിന്ന് ഒന്നും വർദ്ധിക്കാൻ പോകുന്നില്ല. അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവ. ഭൂമിയിലെ ജീവജാലങ്ങളെ സംവിധാനിക്കുന്നതിന് മുമ്പേ ഈ മഹാപ്രപഞ്ചത്തെ ഒന്നാകെ പൊതിഞ്ഞു നിൽക്കുന്ന അർശിനെ സംവിധാനിച്ചവനാണവൻ. ഇനി അതിൻ്റെ മേലെ എന്താ വരാനുള്ളത്? ഇനി മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും തെമ്മാടിയായ ഒരാളെ ഉപമയാക്കി, ഉദാഹരണമാക്കി, മാതൃകയാക്കി ഇബാദത്തുകൾ അവസാനിപ്പിച്ച് നിഷേധം തുടർന്ന് അള്ളാഹുവിൻ്റെ ദീനിനെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിരന്തരമായി പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മുഴുവൻ മനുഷ്യ സഞ്ചയവും മാറിയാലും അള്ളാഹുവിൻ്റെ രാജാധികാരത്തിൽ നിന്ന് ഒന്നും കുറയാൻ പോകുന്നില്ല. ഒന്നും കുറയാൻ പോകുന്നു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ. അവരിൽ നിന്ന് അള്ളാഹ് റിസ്ഖ് ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. വമാ ഉരീദു അയ്യുത്ഇമൂൻ. അള്ളാഹുവിന് വേണ്ടി ആഹാരം കണ്ടെത്തേണ്ട ചുമതലയും മനുഷ്യനെ ഏൽപ്പിച്ചിട്ടില്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളാഹു അവനാണ് റസ്സാഖ്, റിസ്ഖ് നൽകുന്നവൻ, തആം നൽകുന്നവൻ, വായു നൽകുന്നവൻ. ആ വായുവിനെയാണ് നമ്മൾ പ്രാണവായു എന്ന് പറയുന്നത്. അവൻ നൽകുന്ന ജലത്തെയാണ് നമ്മൾ ജീവജലം എന്ന് പറയുന്നത്. അതൊക്കെയും സൃഷ്ടിജാലങ്ങൾക്ക് നൽകുന്നത് അവനാണ്. അതുകൊണ്ട് സൃഷ്ടിജാലങ്ങളിൽ നിന്ന് തിരിച്ചതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നില്ല. ആകെ പ്രതീക്ഷിക്കുന്നത് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് അനേക കോടി മനുഷ്യരെ സൃഷ്ടിച്ചതും അവൻ തന്നെയാണ്. ഈ ആയത്തിന് ചില പണ്ഡിതന്മാർ അർത്ഥം നൽകുന്ന കൂട്ടത്തിൽ ഒരു വിശദീകരണം കൂടെ നൽകിയിട്ടുണ്ട്. മനുഷ്യർക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട മറ്റ് ജീവജാലങ്ങൾ, ജിന്നുകൾ, അവരെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. മനുഷ്യരെ സൃഷ്ടിച്ചതും റബ്ബാണ്. ഇന്ന് നമ്മളിത് പറയുമ്പോൾ നമ്മൾ സൃഷ്ടിച്ച റബ്ബ് ഈ റബ്ബ് തന്നെയാണ്. നമുക്ക് മുമ്പുള്ള അനേക കോടി മനുഷ്യരെ സൃഷ്ടിച്ചതും ആ റബ്ബാണ്. ആ റബ്ബിനെയാണ് നിങ്ങൾ ഇബാദത്ത് എടുക്കേണ്ടത്. ഈ ഒരു ആവശ്യത്തിന് കൃത്യമായ തെളിവ് ഒരൊറ്റ പദത്തിൽ തന്നെ അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. റബ്ബ് എന്നൊരൊറ്റ പദത്തിൽ. പ്രത്യക്ഷത്തിൽ 2 അക്ഷരമാണ് അതിനുള്ളത്. ഭാഷാപരമായി ഇതിന് 3 അക്ഷരങ്ങളുണ്ട് റബ്ബ് എന്ന പദത്തിൽ. ഒരു മനുഷ്യക്കുഞ്ഞ് അവൻ്റെ ഉമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടു വരുന്നു. അതിന് മുമ്പ് അവൻ എവിടെയായിരുന്നു? ഹൽ അതാഅൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കുറ. ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ന വസ്തുവായിരുന്നു എന്ന് പറയാൻ പറ്റാത്ത, അഡ്രസ് ഇല്ലാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? ഓരോ മനുഷ്യനും ഉണ്ടല്ലോ. നമ്മൾക്ക് ഒരു അഡ്രസ് ഇല്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഇപ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. 72, 66, 65, 50 ഒക്കെ ആയിട്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അതിനു മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? കല്ലിലും മരങ്ങളിലും ഒക്കെയായി ആകാശ ഭൂമികളിൽ പരന്നു കിടക്കുകയായിരുന്നു. അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഉമ്മയും ഉപ്പയും ഭക്ഷിച്ചു. അവരിലൂടെ നമ്മെ സൃഷ്ടിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ രൂപപ്പെടാൻ തുടങ്ങി. ഒരു നിസ്സാരമായ രേതസ്കണം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണ്ഡവുമായി ചേർന്നു. 23 ജോഡി ക്രോമസോം. പതുക്കെ പതുക്കെ അതിൻ്റെ ചുമരിൽ പറ്റിപ്പിടിച്ചത് വളരാൻ തുടങ്ങി. വിവിധ ഘട്ടങ്ങൾ പിന്നിട്ടു, വിവിധ പരിണാമങ്ങൾ പിന്നിട്ടു. ഉമ്മ കഴിക്കുന്ന ആഹാരത്തിനൊരു വിഹിതം ആ കുഞ്ഞിന് ലഭിക്കാൻ തുടങ്ങി. ഉമ്മ ശ്വസിക്കുന്ന വായുവിൻ്റെയും ഒരു വിഹിതം ആ കുഞ്ഞിന് ലഭിക്കുന്ന വിധത്തിൽ സംവിധാനങ്ങളൊക്കെയും പൂർത്തിയാക്കി. എന്നിട്ടൊരു പുതിയ മനുഷ്യജീവിയായി ഭൂമുഖത്തേക്ക് പറന്നു വീണു. ഇനി അവന് ശ്വസിക്കാനുള്ള വായു വേണം. ആരാണത് സംവിധാനിച്ചത്? ആ സംവിധാനിച്ചവനെയാണ് ഖുർആൻ റബ്ബ് എന്ന് പറയുന്നത്. കുടിക്കാനുള്ള വെള്ളം വേണം. ആരാണത് സംവിധാനിച്ചത്? അവൻ്റെ ഉമ്മക്കും ഉപ്പക്കും അതിലൊരു പങ്കുമില്ലല്ലോ. പ്രസവെടുത്ത ആശുപത്രിക്കാർക്ക് വല്ല പങ്കുണ്ടോ? ഇത് സംബന്ധമായി അത്യന്താധുനികമായ സംവിധാനങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രത്തിന് വല്ല പങ്കുണ്ടോ?
അവന്റെ റബ്ബാണ് ഇതൊക്കെയും ഒരുക്കിയത്. ആ റബ്ബിന് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. പിന്നെയും തെളിവ് പറയണം, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ, ഈ ഭൂമിയെ നിങ്ങൾക്ക് അവൻ വാസയോഗ്യമാക്കി തന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണിത്! എത്ര സ്വസ്ഥമായിട്ടാണ് നമ്മൾ ഈ പള്ളിക്കകത്തിരിക്കുന്നത്. ഒരു കുലുക്കവും നമ്മൾ അനുഭവിക്കുന്നില്ലല്ലോ. ഈ ഭൂമി നിരന്തരമായി താന്നും പൊങ്ങിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കിലോമീറ്റർ സ്പീഡിൽ അത് കറങ്ങുന്നു. ഒരു ദിശയിലേക്ക് മാത്രമല്ല, 4ഉം 5ഉം ദിശയിലേക്ക്, വ്യത്യസ്തമായ ദിശയിലേക്ക് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. രാവും പകലും ഉണ്ടാകുന്ന വിധത്തിൽ സൂര്യന് ചുറ്റും അത് ഭ്രമണം ചെയ്യുന്നു. ഈ കറക്കവും അതിൻ്റെ സ്പീഡും ഉയർച്ച താഴ്ചകളും അറിയാത്ത വിധം ഈ ഭൂമിയെ നമുക്ക് വാസയോഗ്യമാക്കി തന്ന റബ്ബ്, ആർക്കാണത് നിയന്ത്രിക്കാൻ പറ്റുക? ആർക്കാണത് നിയന്ത്രിക്കാൻ പറ്റുക? ചന്ദ്രനിലേക്കുള്ള യാത്ര കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ചന്ദ്രനിൽ ഇറങ്ങാൻ പറ്റിയില്ല. ആ യാത്രക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യർക്ക് ദീർഘമായ ഒരുപാട് മനുഷ്യരുടെ നിരന്തരമായ ആലോചനകൾ ആവശ്യമായി വന്നിട്ടുണ്ട്. എന്നാൽ റബ്ബ് ഇതൊക്കെ എത്ര വ്യവസ്ഥാപിതമായി, എത്ര ക്രമത്തിലാണ് സംവിധാനിച്ചത്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ വസ്സമാഅ ബിനാഅ, ആകാശത്ത് നിങ്ങൾക്ക് മുകളിൽ ഒരു സംരക്ഷണ പാളിയായിട്ട് ഓസോണിനെ സംവിധാനിച്ചു. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ടി വെള്ളം വർഷിച്ചു. നമ്മുടെ കുട്ടികളുടെ പുസ്തകങ്ങളിൽ കാണാം മഴ പെയ്യാൻ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില സംവിധാനങ്ങൾ. കടുത്ത വെയിലിൽ നദികൾ വറ്റി കടലിലെ വെള്ളം നീരാവിയായി ആകാശത്തേക്ക് ഉയർന്നു പോകുമ്പോൾ അതൊരു 7-8 കിലോമീറ്റർ എത്തുമ്പോഴേക്കും തണുത്തുറച്ചു പോകുന്നു, മേഘമായി മാറുന്നു. അതിനെ കാറ്റുപയോഗിച്ച് തല്ലി തകർക്കുന്നു. കാറ്റുപയോഗിച്ച് ഉയർന്നും താഴ്ത്തിയും ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. അതേ കാറ്റുപയോഗിച്ച് അള്ളാഹു ഉദ്ദേശിച്ച പ്രദേശത്തേക്ക് മഴ പെയ്യാൻ വേണ്ടി മേഘങ്ങൾ ചലിപ്പിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഏത് ശാസ്ത്രത്തിനാണ് പങ്കുള്ളത്? ഏത് മനുഷ്യന്റെ കൈകൾക്കാണ് പങ്കുള്ളത്? അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏത് ജീവിക്കാണ് അത് നിയന്ത്രിക്കാൻ സാധിക്കുക? ഇതൊക്കെയും ചെയ്തു തന്ന റബ്ബിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, ഈ റബ്ബിന് നിങ്ങൾ സമന്മാരെ വെക്കരുത്. അത് ഏറ്റവും കടുത്ത നന്ദികേടാണ്. സമന്മാരെ വെക്കുക എന്നത് വളരെ പെട്ടെന്ന് മനുഷ്യന്റെ വാക്കുകളിലും വിശ്വാസങ്ങളിലും കടന്നു വരുന്ന ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സഹാബി വന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തിന് ചില സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ സഹായത്തിന് നന്ദി പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, മുഹമ്മദേ, അള്ളാഹും നീയും സഹായിച്ചതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. അയാൾ ഉപയോഗിച്ച വാക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കണം. മുഹമ്മദേ, അള്ളാഹും നീയും സഹായിച്ചതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കിനോട് പ്രതികരിച്ചത്, നീ എന്നെയും അള്ളാഹുവിനെയും സമന്മാരാക്കിയല്ലോ. ഈ സാധു മനുഷ്യൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അള്ളാഹുവിനെയും റസൂലിനെയും സമന്മാരാക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷെ ഉപയോഗിച്ച വാക്ക് അങ്ങനെയായിപ്പോയി. അദ്ദേഹം ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? അള്ളാഹുവും പിന്നെ നീയും, അള്ളാഹുവും പിന്നെ നീയും, അങ്ങനെ സുമ്മ വെച്ചിട്ട് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെയും മാറ്റണം, ചേർത്ത് പറയാൻ പാടില്ല. അത്ര ഗൗരവമുള്ളതാണ് ഈ പറയുന്ന വിഷയം. എന്നാൽ നമ്മുടെ സമൂഹം അള്ളാഹുവിന് തുല്യരാക്കി, അല്ലെങ്കിൽ അള്ളാഹുവിനെയും മേലെ നിൽക്കുന്ന ഔലിയാക്കളെ അവിടെ അഭിധാനങ്ങളെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം ചെയ്തു തന്ന റബ്ബ്, ആ റബ്ബിന് നിങ്ങൾ സമന്മാരെ വെക്കരുത് എന്ന് ഖുർആൻ പറയാണ്. എത്ര ഒരു നിസ്സാരമായ രേതസ്കണത്തിൽ നിന്ന് നമ്മളെ പടച്ച് പരിപാലിക്കുന്ന റബ്ബ്, ആ റബ്ബിനാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്, അവനോടാണ് നമ്മൾ നന്ദി കാണിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർദ ഫീ യൗമൈൻ, 2 ദിവസങ്ങൾക്കുള്ളിലായി ഈ ഭൂമിയെ പടച്ചവനെ നിങ്ങൾ നിഷേധിക്കുകയാണോ? അവനോട് നന്ദികേട് കാണിക്കുകയാണോ? വതജ്അലൂന ലഹു അൻദാദ, അവന് നിങ്ങൾ സമന്മാരെ വെക്കുകയാണോ? ദാലിക റബ്ബുൽ ആലമീൻ, ഇതൊക്കെയും സംവിധാനിച്ചവനെയാണ് നമ്മൾ റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത്. CM മടവൂരിന് ഇതിൽ വല്ല പങ്കുണ്ടോ? അതിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള മൊയ്തീൻ ഷേഖിനും റിഫായ് ഷേഖിനും അതുപോലെയുള്ള ആളുകൾക്കും അതിൽ പങ്കുണ്ടോ? അഷ്റഫുൽ ഖൽഖ്, ഔലിയാക്കളുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ പങ്കുണ്ടോ?
മലായിക്കത്തുകളിൽ ഉന്നതനായ ജിബ്രീൽ അലൈഹിസ്സലാമക്ക് ഇതിൽ പങ്കുണ്ടോ? ഒന്നുമില്ല. റബ്ബ് ഈ ലോകങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് മാത്രമാണ്. ആ റബ്ബിനാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഒന്നിനെയും നിഷേധിച്ചുകൂടാ. വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ, ഈ ഭൂമിക്ക് മുകളിൽ ഭൂമി ഉറച്ചു നിൽക്കാൻ വേണ്ടി പർവ്വതങ്ങളെ വെച്ചവനാണ് അവൻ. വബാറക ഫീഹാ വഖദ്ദറ ഫീഹാ ഖുവാതഹാ, ഭൂമിയിൽ അനുഗ്രഹങ്ങൾ ചൊരിയുകയും ഫി അർബഅത്തി അയ്യാം, 4 ദിവസങ്ങൾക്കുള്ളിലായി ഭൂമിയിൽ ഉണ്ടാകേണ്ട സസ്യലതാദികളെക്കുറിച്ച് റിസ്ഖുകളെക്കുറിച്ച് കണക്ക് വെക്കുകയും ചെയ്തവൻ. സവാ അല്ലിസായിലീൻ, ചോദിക്കുന്നവർക്കൊക്കെ ചോദിക്കുന്നതിനനുസരിച്ച് ഈ ഭൂമി നൽകിക്കൊണ്ടേയിരിക്കും. കപ്പയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ കപ്പ തിരിച്ചു കിട്ടും. മധുരക്കിഴങ്ങാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അത് തിരിച്ചു കിട്ടും. തെങ്ങാണ് നമ്മൾ നട്ടുപിടിപ്പിച്ചതെങ്കിൽ തേങ്ങ കിട്ടും. സവാ അല്ലിസായിലീൻ, ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നതിനനുസരിച്ച് ഭൂമിയിൽ നിന്ന് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ ഈ ഭൂമിയെ സംവിധാനിച്ചവനെയാണ് നാം റബ്ബ് എന്ന് പറയുന്നത്. ആ റബ്ബിനാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുൽ ഹുവല്ലദീ അൻശഅകും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാർ, നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും തന്നതും അവനാണ്. വൽ അഫ്ഇദ, ചിന്തിക്കാനുള്ള ഹൃദയം തന്നവനാണ്. ഖലീലം മാ തഷ്കുറൂൻ, എന്നിട്ടും വളരെ കുറച്ചല്ലേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. വളരെ കുറച്ചല്ലേ നന്ദി കാണിക്കുന്നുള്ളൂ. ഒരു വീട്ടിൽ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ചെന്നു, ട്രൂത്തിൻ്റെ സ്ക്വാഡ് വർക്കിൻ്റെ ഒക്കെ ഭാഗമായി. അവിടെയുള്ള ഉമ്മയോട് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഉമ്മ പറഞ്ഞു, മോനെ, മക്കളെ, എൻ്റെ മകനാണ് ആ മുകളിലെ വീട്ടിൽ താമസിക്കുന്നത്, അവൻ നമസ്കരിക്കണില്ല, നിങ്ങൾ അവനോടൊന്ന് ഈ വിഷയം പറയണം. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു, അദ്ദേഹത്തോട് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് ആ മനുഷ്യൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഞാൻ കുറേ കാലം നമസ്കരിച്ചു, കുറേ കാലം ഞാൻ നിസ്കരിച്ചിരുന്നു, അതിൻ്റെ ഒന്നും കൂലി എനിക്ക് കിട്ടിയിട്ടില്ല. ആ കെട്ടിക്കിടക്കുന്ന കൂലി, കരിയറായി കിടക്കുന്ന ആ കൂലി ഉണ്ടല്ലോ, ആ കൂലിയൊക്കെ എനിക്ക് തന്നാൽ ഇനി മുതൽക്ക് ഞാൻ നമസ്കരിച്ചോളാം. നഊദു ബില്ലാഹ്. ആ മനുഷ്യൻ ആ ധിക്കാരം പറയുമ്പോഴും അയാൾ ശ്വസിക്കുന്ന വായു ആര് നൽകിയതാ? അയാളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് ആര് നിയന്ത്രിക്കുന്നതാ? അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ചലനങ്ങളെയും അതിൻ്റെ കോശങ്ങളെയും സംവിധാനിച്ചവൻ ആരാണ്? ഇതിനൊക്കെ പടച്ചോൻ കൂലി ചോദിച്ചാൽ എവിടെ നിർത്തിട്ട് നമ്മൾ കൊടുക്കുക? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ അല്പം വളർന്ന് ഉമ്മ ശ്വസിക്കുന്ന ശ്വസനത്തിൻ്റെ ഒരു പങ്ക് പറ്റി ജീവിതം ആരംഭിച്ചത് മുതൽക്ക് ഇന്ന് വരെ ഈ ഉച്ഛ്വാസവായു നമ്മൾ ശ്വസിച്ചതിൻ്റെ കൂലി അല്ല ചോദിച്ചാൽ നമുക്കത് കൊടുക്കാൻ പറ്റുമോ? എന്നിട്ട് ആ മനുഷ്യൻ പറയാം, ഞാൻ കുറേ കാലം നമസ്കരിച്ചതിൻ്റെ കൂലിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടിയാൽ തുടർന്ന് ഞാൻ നമസ്കരിക്കാം. ചില സഹോദരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വെള്ളിയാഴ്ച ജുമാക്ക് മാത്രം പള്ളിയിൽ വരും. ആഴ്ചയിലെ 35 വക്ത് നമസ്കാരത്തിൽ ഒരു വക്ത് നമസ്കാരത്തിന് വേണ്ടി അയാൾ പള്ളിയിൽ വരും. ബാക്കി 34 നമസ്കാരം അയാൾക്കില്ല. സ്വന്തമായിട്ട് നമസ്കരിക്കുന്നില്ല, ജമാഅത്തിൽ പങ്കെടുക്കുന്നില്ല. എങ്കിൽ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ജുമായിൽ പങ്കെടുക്കുന്നതിന് പിന്നിലെ താല്പര്യം എന്താ? നമ്മുടെ സമുദായം ഒരുക്കിയിട്ടുള്ള ഒരു പള്ളിപ്പറമ്പുണ്ടല്ലോ, ഖബറിസ്ഥാൻ. ആ ഖബറിസ്ഥാനിൽ അയാൾക്ക് 6 അടി മണ്ണ് കൊടുക്കും. അതങ്ങനെ അയാൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ? ഇല്ല. ഈ സമുദായത്തിൽ ജനിച്ചു വീണ എല്ലാവർക്കും നമ്മൾ 6 അടി മണ്ണ് കൊടുക്കും. അതിലൊന്നും നമ്മൾ തർക്കം ഉണ്ടാക്കാറില്ല. ക്രൈസ്തവ സമുദായത്തിൽ തമ്മാടിക്കുഴി എന്ന് പറഞ്ഞൊരു കുഴി വേറെ ഉണ്ട്. ആ സഭയുടെ നിയമാവലികൾ അംഗീകരിക്കാത്ത ആളുകൾ മറവ് ചെയ്യുന്നത് തെമ്മാടിക്കുഴിയില്ല. നമുക്കങ്ങനെ തെമ്മാടിക്കുഴിയൊന്നുമില്ല. ഈ സമുദായത്തിൽ പറഞ്ഞവനാണോ അവന് പള്ളിക്കാട്ടിൽ മറവ് ചെയ്യാൻ നമ്മൾ ഒരുക്കാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നിന്നെ മറവ് ചെയ്തത് സെമിത്തേരിയിലായിരുന്നോ, ചുടർക്കാട്ടിലായിരുന്നോ, പള്ളിപ്പറമ്പിലായിരുന്നോ എന്ന് ചോദിച്ചിട്ടല്ല റബ്ബ് സ്വർഗവും നരകവും തീരുമാനിക്കുക. നമ്മുടെ ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ ഒരു വീഴ്ചയും വരുത്തിക്കൂടാ. അത് അള്ളാഹുവിന് വിശ്വാസികൾ ചെയ്യുന്ന നന്ദിയിൽ ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദിയുള്ളവരായി അവന് ശരിയായ വിധത്തിൽ ഇബാദത്ത് ചെയ്യുന്ന വിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്.
അവരിൽ വലിയൊരു വിഭാഗവും ഒന്നാമത്തെ ഖുത്ബയും കഴിഞ്ഞ് ഏതാണ്ട് നമസ്കാരത്തിൻ്റെ സമയം കണക്കാക്കിയിട്ടാണ് കയറി വരുന്നത്. ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ചുറ്റുപാടുകളുണ്ടാകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമിൽ പറയുന്ന ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ്. അതിന് നമ്മൾ പെടൂലേ? യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുന്നതിൽ നമ്മൾ പെടുമെങ്കിൽ അടുത്ത നിർദ്ദേശം ശ്രദ്ധിച്ചോ. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ജുമാ ദിവസം നമസ്കാരത്തിലേക്ക് നല്ല ഉപയോഗിച്ചത്, ദിക്റിലേക്ക് ധൃതിപ്പെടുക. അപ്പൊ ബാങ്ക് വിളി കേൾക്കുന്നത് ഒരു വിശ്വാസി ജുമാ ദിവസം പള്ളിയിലേക്ക് പുറപ്പെടേണ്ട അവസാനത്തെ സമയമാണ്. ചിലരൊക്കെ തെറ്റിദ്ധരിച്ചത് ബാങ്ക് വിളി കേൾക്കുമ്പോൾ അപ്പോഴേ പുറപ്പെടേണ്ടതുള്ളൂ എന്നാണ്. ആദ്യത്തെ സമയം അതാണെന്നാണ് ചിലർ വിചാരിച്ചത്. അല്ല, ബാങ്ക് വിളി കേൾക്കുക എന്നത് പള്ളിയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ സമയമാണ്. പിന്നെ ഒരു കച്ചവടം അവിടെ നടക്കാൻ പാടില്ല. ഫദറുൽ ബൈ, എല്ലാ ക്രയവിക്രയങ്ങളും അവസാനിപ്പിക്കുക. അവിടെ ബൈ എന്ന് പ്രത്യേകം പറയാൻ പണ്ഡിതന്മാർ ഒരു കാരണം കൂടെ പറയുന്നുണ്ട്. ബാക്കി ഏത് തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം 5 മിനിറ്റ് മുമ്പ് അയാളുടെ തൊഴിലൊന്ന് നിർത്തി കിട്ടിയാൽ അയാൾക്ക് വലിയ ആശ്വാസമാണ്, അയാൾ അതിനാഗ്രഹിക്കും. എന്നാൽ സ്വന്തമായി കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരൻ 1 മിനിറ്റ് 2 മിനിറ്റ് വൈകാനാണ് ശ്രമിക്കുക. കാരണം ഒരു ഉപഭോക്താവും കൂടെ വന്നാൽ അയാൾക്ക് 5 രൂപ അധികം കിട്ടും, ഒരു 10 രൂപ അധികം കിട്ടും. അതുകൊണ്ട് കച്ചവടക്കാരൻ പരമാവധി പിന്തിപ്പിക്കാനാണ് ശ്രമിക്കുക. അതുകൊണ്ടായിരിക്കാം ഫദറുൽ ബൈ എന്ന് ആ ഒരു പദം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാ ദാലിക്കും ഖൈറുൽ ലക്കും, ഇങ്ങനെ ചെയ്യലാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ജുമാ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സംഘടനയും വിളിച്ചു ചേർക്കുന്ന ഒരു യോഗമല്ല, ഏതെങ്കിലും മുസ്ലിം സംഘടന വിളിച്ചു ചേർക്കുന്ന യോഗമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല വിളിച്ചു ചേർക്കുന്ന യോഗമാണ്. ആ യോഗത്തിന് അവനൊരു കണ്ടീഷൻ വെച്ചത് ബാങ്ക് വിളി കേട്ടാൽ ധൃതിപ്പെട്ട് പള്ളിയിലേക്ക് വരിക എന്നതാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ബാങ്ക് വിളി കേട്ടാൽ എല്ലാ ക്രയവിക്രയങ്ങളും അവസാനിപ്പിച്ച് പള്ളിയിലേക്ക് ധൃതിപ്പെട്ട് വരിക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇന്ന് 12:25 ചുറ്റുപാടുള്ള പല പള്ളികളിൽ നിന്നും ബാങ്ക് കേൾക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ തന്നെ നമുക്കൊരു ധാരണ കിട്ടുന്നുണ്ട് ജുമയുടെ സമയമായി. വലിയകുളം ഈ വലിയ ജുമാ മസ്ജിദിലേക്ക് വരുന്ന ആളുകൾക്കൊരു ധാരണയുണ്ട്, 12:45 ഇവിടുത്തെ ജുമാ ആരംഭിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ധൃതിപ്പെടൽ ഈ വിഷയത്തിൽ ആവശ്യമാണ്. പിന്നെയും നമ്മൾ പിന്തിപ്പിക്കുക എന്നത് അത് അള്ളാഹുവിനോട് കാണിക്കുന്ന ഒരു ധിക്കാരമാണ്. അത് ഓർത്തു വെക്കുക. അള്ളാഹു നമ്മെ അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങളെ, 1-2 വിഷയങ്ങൾ കൂടെ ചേർത്ത് പറയണം. നാളെ ഈ പള്ളിയിൽ വെച്ച് തന്നെ നമ്മുടെ സഹോദരന്മാർ സംഘടിപ്പിച്ച ഒരു ഹജ്ജ് ക്ലാസ് ഉണ്ട്. നമ്മുടെ പരിസരത്ത് നിന്ന് ഹജ്ജിന് പോകുന്ന സഹോദരങ്ങൾക്ക് ആ ഹജ്ജ് ക്ലാസ്സിൽ പങ്കെടുക്കാം. MGM ആണ് അത് സംഘടിപ്പിക്കുന്നത്. മറ്റൊന്ന് 29, 30, 31 ദിവസങ്ങളിലായി നമ്മുടെ സഹോദരിമാർ തന്നെ സംഘടിപ്പിക്കുന്ന മോറൽ ഹട്ട്, അത് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നത്, ഒരു റെസിഡൻഷ്യൽ രീതിയിൽ. നമ്മളെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ആശങ്കപ്പെടുന്ന ഒരു സമയം കൂടെയാണ് ഇത്. കാരണം ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന വേഗതയിലാണ് ആളുകൾ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്നത്. നേരം വെളുക്കുമ്പോൾ മുസ്ലിമാണ്, പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങാടിയിൽ ഇറങ്ങി കൂട്ടുകാരുമായി സംസാരിച്ച് അല്പം മൊബൈലിലെ ചില വീഡിയോകൾ കണ്ട് തിരിച്ചെത്തുമ്പോഴേക്കും അവൻ്റെ ദീൻ നഷ്ടപ്പെട്ട്, ഈമാൻ നഷ്ടപ്പെട്ട് കാഫറായി തിരിച്ചു വരുന്ന ഒരു സാഹചര്യം. അത്ര നിസ്സാരമായി ദീനെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകേണ്ട മക്കൾ ആ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന പോലും മറന്നു പോവുകയാണ്. കുഞ്ഞുനാളിൽ മദ്രസ കാലഘട്ടങ്ങളിൽ അവർ പഠിച്ചത് പലതും മറന്നു. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ അവർ വിസ്മരിച്ചു. ഈ പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതിൽ ഹൈറും ഷെറും ഉണ്ട്. പക്ഷെ പലപ്പോഴും അത് ഷെറിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ ഇതിൽ നിന്ന് വേറിട്ട് ദീൻ പഠിക്കാനുള്ള ഒരു അവസരമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുക, പ്രാർത്ഥനയോടുകൂടി പറഞ്ഞേക്കുക, താല്പര്യത്തോടുകൂടി പറഞ്ഞേക്കുക, മക്കളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. മറ്റൊന്ന്, സ്ഥിരമായി നമ്മുടെ പള്ളിയിൽ വരുന്ന നമ്മുടെ ഒരു സഹോദരൻ
വളരെ ഗൗരവമുള്ള ഒരു പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ചില സർജറികൾക്ക് അദ്ദേഹം വിധേയമായി കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ്റെ എല്ലാ വിഷമങ്ങളിലും അദ്ദേഹത്തിന് ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന് ആവശ്യമായി വരുന്ന എല്ലാ സർജറികളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. പൂർണ്ണമായ ശിഫയോടുകൂടി ആഫിയത്തോടുകൂടി നമ്മുടെ കൂട്ടത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗത്തിൻ്റെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എല്ലാവിധത്തിലുള്ള ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നല്ല ആഫിയത്തും ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് കിട്ടുന്ന ആയുസ്സുകളൊക്കെയും അള്ളാഹുവിന് ശരിയായ വിധം ഇബാദത്ത് ചെയ്യാനുള്ള ഒരു മനസ്സും റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا